Mirina Joby. Again, welcome back to Sour and Spicy. Sour and Spicy പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സേമിയ പായസത്തിന്റെ റെസിപ്പിയാണ്. നിങ്ങൾക്ക് വളരെ മിനിമൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പായസമാണിത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇത് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന്. അപ്പോൾ പായസം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 1.5 ലിറ്റർ പാൽ ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് സേമിയ ഇതേപോലെ ഒടിച്ചത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് വേണം. ഞാനിവിടെ ഒരു 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടി കൊടുക്കാവുന്നതാണ്. പിന്നെ ഒരു 4 ഏലക്ക പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കാഷ്നട്ടും കിസ്മിസും ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് പായസം റെഡിയാക്കി എടുക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ പായസം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് കാഷ്നട്ടും കിസ്മിസും ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നെയ്യ് നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. കാഷ്നട്ടിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് മുന്തിരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാഷ്നട്ട് ഒരു ചെറിയ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മുന്തിരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുന്തിരി എല്ലാം നന്നായിട്ട് വീർത്ത് കാഷ്നട്ട് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഞാനിത് കോരി മാറ്റാണ്. അപ്പോൾ നമ്മൾ എല്ലാ കാഷ്നട്ടും കിസ്മിസും കൂടി കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സേമിയ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പാൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സേമിയ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അധികം നെയ്യുടെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് നെയ്യ് അതിനകത്ത് ഇട്ടിട്ട് ബാലൻസ് നെയ്യ് നമുക്ക് കാഷ്നട്ടും കിസ്മിസും കോരി മാറ്റുമ്പോൾ തന്നെ അതിനകത്ത് നിന്ന് മാറ്റാം. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് കോരി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂൺ നെയ്യ് കാണുമായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഈ നെയ്യിലിട്ടിട്ട് നമുക്ക് സേമിയ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ സേമിയ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് കളർ മാറി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ചെറിയൊരു ബ്രൗൺ കളർ വന്നാൽ മതി. നമുക്ക് നന്നായിട്ട് ബ്രൗൺ കളർ ഒന്നും ആവണ്ട. ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനിതൊന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ സേമിയ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. സേമിയയുടെ കളർ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കിനി പായസം റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലോട്ട് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുഴുവൻ പാലും ചേർത്ത് കൊടുക്കാം. ഇതൊട്ടും വെള്ളം ചേർക്കാത്ത പാലാണ്. അപ്പോൾ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാത്ത പാലാണ് ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ 1 കപ്പ് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. 250 ml ഒരു കപ്പ് വെള്ളം കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ പാലൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പാല് പെട്ടെന്ന് അടിയിൽ പിടിക്കും. അതുകൊണ്ട് തന്നെ പാൽ അടിയിൽ പിടിക്കാതെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പാലിവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേരിയേഷൻ വരുത്താം കേട്ടോ. ഇപ്പം ഞാനൊരു 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഇനിയും ചേർത്ത് കൊടുക്കാം അതിൻ്റെ അകത്ത് നിങ്ങൾ മധുരം നോക്കിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് പഞ്ചസാരയും കൂടി നന്നായിട്ട് ഇതിൻ്റെ അകത്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ചേർത്തതിന് ശേഷം പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം കൂടെ കൈ എടുക്കാതെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കിയിട്ട് പാല് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പാല് നമ്മൾ നേരത്തെ ഒഴിച്ചതിനേക്കാൾ ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് സേമിയ നന്നായിട്ട് വേവിച്ചെടുക്കണം. അടി പിടിക്കാതെ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് സേമിയ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് സേമിയ വേവിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും സേമിയ എല്ലാം നന്നായിട്ട് വെന്തിട്ട് മുകളിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നുണ്ട്. നമ്മൾ ആദ്യം സേമിയ ഇട്ടപ്പോൾ എല്ലാം താഴെയായിരുന്നു. ഇപ്പോൾ എല്ലാം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. എല്ലാം വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് എല്ലാം പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇത് ഇളക്കുമ്പോൾ തന്നെ ഒന്ന് നന്നായിട്ട് മനസ്സിലാവും ഇത് നല്ല കട്ടിയിലായിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പായസം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. സേമിയയും പാലും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ട് പായസം നല്ല കുറുകിയാണ് ഇരിക്കുന്നത്.
അപ്പോൾ സേമിയ വെന്തോ നോക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് എടുത്ത് നോക്കിയിട്ട് ഒന്ന് ഞെക്കി നോക്കുമ്പോൾ ഇത് സ്പ്ലിറ്റായി പോവും. ഇത് രണ്ടായിട്ടൊന്ന് സ്പ്ലിറ്റായി പോവും. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്ക ഒന്ന് ചതച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കൂടെ തന്നെ നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കാം. ആ നെയ്യോട് കൂടി തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് അധികം നേരം കുക്ക് ചെയ്യൊന്നും വേണ്ട, ഓൾറെഡി നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചൂടാറാൻ വെച്ചിട്ട് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ സേമിയ വേവിക്കുന്നതിൻ്റെ ഇടയിൽ ഒന്ന് മധുരം നോക്കിയിട്ട് മധുരം വേണമെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. വേണമെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നല്ല മധുരം വേണമെന്നുള്ളവർ നന്നായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം കുറച്ച് മതി എന്നുള്ളവർ കുറച്ച് ചേർത്താൽ മതിയാവും. അപ്പോൾ ഞാനിത് 2-3 മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. അപ്പോൾ ഞാനൊരു 2-3 മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏലക്കായുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് പായസത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വെക്കാം. തണുത്തിട്ട് ഒന്ന് സെർവ് ചെയ്യുന്നതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക പായസം. അപ്പോൾ നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വെക്കാം. അപ്പോൾ നമ്മൾ അടിപൊളി സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, മിൽക്ക് മെയ്ഡൊന്നും ചേർത്തില്ലെങ്കിലും നല്ല തിക്കായിട്ടുള്ള പായസമാണ്. പിന്നെ ഇത് തണുത്തിട്ട് ഒന്ന് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും പായസമൊക്കെ റെഡിയാക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഈസിയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ കണ്ടില്ലേ, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പായസം റെഡിയാക്കി എടുക്കാം. പിന്നെ ഇതൊന്ന് തണുപ്പിച്ചിട്ട് കഴിക്കുന്നതായിരിക്കും കുറേ കൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഒന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ കയറ്റിയിട്ട് കുറച്ച് നേരം വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ കുറേ കൂടി ടേസ്റ്റ് ആവും. അപ്പോൾ എല്ലാവരും സേമിയ പായസം കഴിക്കാൻ തോന്നുമ്പോൾ ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ.